നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പുതുക്കാട് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. ചാലക്കുടി നഗരസഭ ഒരുക്കുന്ന ഓണം ഫെസ്റ്റ് 2026 പ്രൗഢമായ തുടക്കം. കൊടകര കണ്ടംകുളങ്ങര തെക്കുമുറി സമുദായത്തിന്റെ നേതൃത്വത്തിൽ വനിതകളുടെ ഓണം കളി സംഘടിപ്പിച്ചു. ആക്രിക്കടയിൽ നിന്ന് ചെമ്പ് പിച്ചള സാമഗ്രികൾ മോഷ്ടിച്ച കേസിലെ പ്രതി റിമാൻഡിൽ. മറ്റത്തൂർ മൂലംകുടം യുവധാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ വനിതാ ഓണം കളി മത്സരം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. പുതുക്കാട് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. പുതുക്കാട് മുപ്ലിയം റോഡിൽ പുതുക്കാട് സ്കൂളിന് സമീപമാണ് അപകടം. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു. പാഴായി ചെമ്മണ്ടപ്പറമ്പിൽ നന്ദേശിന്റെ മാരുതി കാറിനാണ് തീപിടിച്ചത്. വാഹനത്തിന്റെ മുൻവശത്ത് നിന്ന് തീ ഉയരുന്നത് കണ്ട് കാർ നിർത്തി ഇറങ്ങി. ഉടൻ പുതുക്കാട് നിന്ന് അഗ്നിരക്ഷാസേനയെത്തി തീയണച്ചു. ചാലക്കുടി നഗരസഭ ഒരുക്കുന്ന ഓണം ഫെസ്റ്റ് 2026 പ്രൗഢമായ തുടക്കം. ഓണം ഫെസ്റ്റിന്റെ ഉദ്ഘാടനം സനീഷ് കുമാർ ജോസഫ് MLA നിർവഹിച്ചു. ചെയർപേഴ്സൺ ആലിഷ് ഷിബു അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ KV പോൾ, ടൗൺ ഇമാം ഹുസൈൻ ബാഗവി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ആനി പോൾ എന്നിവർ പ്രസംഗിച്ചു. ചാലക്കുടിയുടെ നന്മോണം എന്ന പരിപാടി ഓഗസ്റ്റ് 26 മുതൽ 30 വരെ കലാഭവൻ മണി പാർക്കിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് 6 മണി മുതൽ കലാഭവൻ മണി പാർക്കിലെ സ്റ്റേജിൽ വിവിധ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. ചാലക്കുടിയിലെ 4ഓളം കലാകാരന്മാർ ഒന്നിച്ചണിനിരന്ന മെഗാ ഷോ ചിരി സംഗീതമേളയായിരുന്നു തിരുവോണ ദിനത്തിലെ ആദ്യ പരിപാടി. കലാഭവൻ ജയൻ, കലാഭവൻ ബിജു, കലാഭവൻ ജോബി, സജീവ് കൊടകര, ജോബി കൊടകര, ജോർജ് KP, സുനിൽ ഡേവിഡ്, ബാബു ചാലക്കുടി എന്നിവർ നേതൃത്വം നൽകി. ഡോക്ടർ RLV രാമകൃഷ്ണന്റെ ക്ലാസിക്കൽ നൃത്തം, മിന്നാടം ഫോക്ക് ബാൻഡ് നാടൻപാട്ട്, അഖില കേരള കൈക്കുട്ടിക്കളി മത്സരം, കലാസന്ധ്യ, സിനിമാറ്റിക് ഡാൻസ്, മ്യൂസിക് ബാൻഡ് എന്നിവയും ഓണം ഫെസ്റ്റിന്റെ ഭാഗമായി വിവിധ ദിവസങ്ങളിൽ നടക്കും. ചാലക്കുടി റെസിഡൻസ് അസോസിയേഷൻ കോർഡിനേഷൻ ട്രസ്റ്റ്, കലാഭവൻ മണി പാർക്ക് പാട്ടുപുര ടീം, നടുമുറ്റം സാംസ്കാരിക വേദി, തൗരത്രികം പാഠശാല എന്നിവരും കലാകാരന്മാരുടെ സംഘടനകളായ തരംഗ്, സ്വാഗ്, ഫേസ്, അഫ്ക എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ നടക്കുന്നത്. സ്റ്റേജ് പരിപാടികൾക്ക് പുറമെ അമ്യൂസ് പാർക്ക്, ഫുഡ് കോർട്ട്, ടോയ്സ് കോർണർ, ചിൽഡ്രൻസ് പാർക്ക് എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. ചാലക്കുടിയിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ, സംഘടനകൾ, സ്ഥാപനങ്ങൾ എന്നിവർ അണിനിരക്കുന്ന വടംവലി മത്സരം ഓഗസ്റ്റ് 30 സംഘടിപ്പിക്കുന്നുമുണ്ട്. ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരും ആഘോഷിക്കുന്ന ഓണം സ്നേഹത്തിൻ്റെയും സഹോദരത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒക്കെ ഓർമ്മകളാണ് നമുക്ക് നൽകുന്നത്. ലോകം മുഴുവൻ മലയാളികൾ ഓണാഘോഷത്തിലാണ്. ഓണമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓണക്കോടിയും പൂക്കളവും ഓണസദ്യയും ഓണക്കളികളും ഒക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക്. ചാലക്കുടി നഗരസഭ കഴിഞ്ഞ കൗൺസിലിൻ്റെ സമയത്ത് ചെറുതായിട്ട് കലാകാരന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഓണത്തോടനുബന്ധിച്ച് 5 ദിവസം നീണ്ടു നിന്ന പരിപാടി തുടക്കം കുറിച്ചിരുന്നു. ഈ വർഷം പുതിയ കൗൺസിൽ വന്ന് 8 മാസമായി. ആദ്യത്തെ ഒരു പരിപാടിയായിരുന്നു നമ്മുടെ ലോകകപ്പ്. അത് വളരെ മനോഹരമാക്കാനായിട്ട് കൗൺസിലും നാട്ടുകാരും ഫുട്ബോൾ പ്രേമികളൊക്കെ തന്നെ നമ്മുടെ കൊടകര കണ്ടംകുളങ്ങര തെക്കുമുറി സമുദായത്തിന്റെ നേതൃത്വത്തിൽ വനിതകളുടെ ഓണം കളി സംഘടിപ്പിച്ചു. മിമിക്രി താരങ്ങളായ പ്രദീപ് പൂരാനിയും ജോബി കൊടകരയും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. കുമുറി സമുദായം പ്രസിഡന്റ് ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സുകുമാരൻ നാനാട്ടി സ്വാഗതം ആശംസിച്ചു. ശിവദം ചെമ്പൂച്ചിറയും സഹസ്ര നന്ദിപുലവും തുടങ്ങിയ വനിതാ ഓണക്കളി ടീമുകളുടെ സൗഹൃദ മത്സരമാണ് അരങ്ങേറിയത്. അത് ജാതിയോ മതമോ
ഒന്നും തന്നെ ഓണത്തിനില്ല എന്നുള്ളതാണ് സത്യം. കാരണം നമ്മുടെ ഹിന്ദുക്കൾക്കാണെങ്കിൽ ഒരുപാട് ആഘോഷങ്ങളുണ്ട്. ഓണമല്ലാതെ വിഷു ഉണ്ട്, ശിവരാത്രി ഉണ്ട്, അങ്ങനെ ഒരുപാട് ആഘോഷങ്ങൾ ഹിന്ദുക്കളിലുണ്ട്. സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. കണ്ടകുളങ്ങര തെക്കുമുറി ദേശം സമുദായം അല്ലേ, കണ്ടകുളങ്ങര തെക്കുമുറി ദേശ സമുദായം ഇങ്ങനെയൊരു വീരനാട്യം കളി, ഓണംകളിയായിരുന്നു പണ്ടൊക്കെ, നമ്മുടെ കാലത്ത് ഓണംകളിയായിരുന്നു. ഇപ്പോൾ വീരനാട്യം കൈകൊട്ടിക്കളിയായി മാറി. ഇപ്പം ഇങ്ങനെ ഒരു പ്രോഗ്രാം പല സ്ഥലങ്ങളിലും ഇപ്പം ഇല്ല. ഇങ്ങനെ സംഘടനകളോ ക്ലബുകളോ ഭഗവാൻ വരമങ്ങു ലഭിച്ചു, അതിനാലൊരു കുട്ടി ജനിച്ചു, കുട്ടിയെ പേരിട്ടു വിളിച്ചു, വേദവതിയതെന്നു വിളിച്ചു, സുന്ദരിയായി മന്ദമായി വളരാനും ഭാവിച്ചു, പെണ്ണവളും പ്രായമായി കളി പ്രായമതും കഴിഞ്ഞു. കൊടുങ്ങല്ലൂർ ലോകമലേശ്വരത്തുള്ള ആക്രിക്കടയോടനുബന്ധിച്ചുള്ള മുറിയിൽ നിന്ന് ഏകദേശം 18,000 രൂപ വില വരുന്ന 8 കിലോ തൂക്കം വരുന്ന പഴയ ചെമ്പ് വയറുകൾ, 6 കിലോയോളം തൂക്കം വരുന്ന പഴയ പിച്ചള ടാപ്പുകൾ എന്നിവ മോഷ്ടിച്ചു കൊണ്ടുപോയ കേസിലെ പ്രതിയെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കരുനാഗപ്പള്ളി തൊടിയൂർ വില്ലേജ് മുഴങ്ങോട് വീട്ടിൽ കിടങ്ങന്നൂർ പുത്തൻവീട് വീട്ടിൽ സുനിലിനെയാണ് റിമാൻഡിലാക്കിയത്. കൊടുങ്ങല്ലൂർ പാവറട്ടി ഗുരുവായൂർ ടെമ്പിൾ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധികളിൽ ഇയാൾക്കെതിരെ കേസുകളുണ്ട്. 11ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ SI-മാരായ അതുൽ മോഹൻ, അറാഫത്ത്, അജയ്, GASI സിബി, CPO ഷെരീഫ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ഇനിയൊരു ഇടവേള. വാർത്തകൾ തുടരുന്നു. മറ്റത്തൂർ മൂലംകുടം യുവധാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ വനിതാ ഓണം കളി മത്സരം സംഘടിപ്പിച്ചു. മുൻകാല ഓണം കളി കലാകാരനായ ഇടിവാൾ സുബ്രൻ സ്മരണാർത്ഥം സംഘടിപ്പിച്ച രണ്ടാമത് ഓണം കളി മത്സരം മൂലംകുടം സ്കൂൾ ഗ്രൗണ്ടിൽ അരങ്ങേറി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി ഉദ്ഘാടനം ചെയ്തു. CC പ്രദീപ് അധ്യക്ഷത വഹിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CC ബിജു, കൺവീനർ PK ഗിരിജൻ, ക്ലബ് സെക്രട്ടറി ഹരി ഗോവിന്ദ്, ട്രഷറർ നിർമ്മൽ എന്നിവർ സംസാരിച്ചു. വൈദേഹി കുറ്റിച്ചിറ, ശിവനാഥം ചാലക്കുടി എന്നീ ടീമുകളാണ് പങ്കെടുത്തത്. വെള്ളാഞ്ചിറ തിരുവോണം പരസ്പര സഹായ പുരുഷ സംഘത്തിന്റെ നേതൃത്വത്തിൽ KT ജോസ് സ്മാരക ട്രോഫിക്ക് വേണ്ടിയുള്ള വനിതാ ഓണക്കളി മത്സരം ഓഗസ്റ്റ് 30 ഞായറാഴ്ച വൈകിട്ട് 2-ന് ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റോസ്ലി ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചടങ്ങിൽ നിർധനരായ രോഗികൾക്ക് ചികിത്സാ ധനസഹായ വിതരണവും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അനുമോദനവും നടത്തും. ശിവനാഥം ചാലക്കുടി ആൻഡ് സംഗമേശ്വര ഇരിങ്ങാലക്കുട എന്നീ വനിതാ ടീമുകളാണ് മാറ്റുരയ്ക്കുക. പബ്ലിസിറ്റി കൺവീനർ സന്തോഷ് അരിക്കാടൻ, ജനറൽ കൺവീനർ ഡെൻ പോൾ, പ്രസിഡന്റ് CC തോമസ്, സെക്രട്ടറി വിൽസൺ KJ, ട്രഷറർ ബെന്നി പൌലോസ്, KD മെൻഡസ്, VT ജോസ് മാസ്റ്റർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 14 വർഷത്തോളമായിട്ട് വെള്ളാഞ്ചിറയിലെ 25ഓളം വരുന്ന ചെറുപ്പക്കാർ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് തിരുവോണം പരസ്പര സഹായ സംഘം. ഞങ്ങളുടെ സംഘാംഗമായ KT ജോസിൻ്റെ സ്മരണാർത്ഥം ഞങ്ങൾ നടത്തുന്ന 4ാമത് ഓണംകളി വനിതാ മത്സരമാണ് ഈ വർഷം നടത്തുന്നത്. ഇപ്പോൾ 8ാമത്തെ ഓണംകളിയാണ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. തിരുവോണ ദിനത്തോടനുബന്ധിച്ച് ചാലക്കുടി ഗവൺമെന്റ് ആശുപത്രിയിൽ സേവാഭാരതി നൽകിക്കൊണ്ടിരിക്കുന്ന പതിവ് പ്രഭാത ഭക്ഷണത്തോടൊപ്പം വിശേഷാൽ പാലട പായസവും കായ വറുത്തതും ശർക്കര വരട്ടിയും പഴനുറുക്കും നൽകി. സേവാഭാരതി അന്നദാനം തുടങ്ങിയത് മുതൽ എല്ലാ ഓണം, വിഷു മുതലായ വിശേഷ ദിവസങ്ങളിൽ മുടങ്ങാതെ വിശേഷാൽ മധുരം നൽകി വരുന്നു. തിരുവോണ നാളിലെ അന്നദാന വിതരണത്തിന് സേവാഭാരതി ചാലക്കുടി രക്ഷാധികാരി KM ഹരിനാരായണൻ, ജില്ലാ സെക്രട്ടറി ആദർശ് പനമ്പിള്ളി, നിഷിൽ വിജയൻ, രഞ്ജിത്ത് ഉണ്ണികൃഷ്ണൻ, ശ്രീനിവാസ് K, കാശിനാഥൻ എന്നിവർ നേതൃത്വം നൽകി.
മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2009 SSLC പഠിച്ച വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സംഗമം തിരികെ 2026 എന്ന പേരിൽ സ്കൂളിൽ നടത്തി. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ മൺമറഞ്ഞുപോയ അധ്യാപകരെയും സഹവിദ്യാർത്ഥികളുടെയും സ്മരണ പുതുക്കി ശരണ്യ ശ്രീജിത്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി. കാളിദാസ് KR സ്വാഗതം ആശംസിച്ചു. കൃഷ്ണദാസ് EU അധ്യക്ഷനായിരുന്നു. അധ്യാപകർ ദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. ഹരിശങ്കർ P റിപ്പോർട്ടും അവതരിപ്പിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഓണസദ്യയും ഉണ്ടായിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 14,940 രൂപ, പവന് 1,19,520 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പ്രധാന വാർത്തകൾ വീണ്ടും. പുതുക്കാട് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. ചാലക്കുടി നഗരസഭ ഒരുക്കുന്ന ഓണം ഫെസ്റ്റ് 2026 പ്രൗഢമായ തുടക്കം. കൊടകര കണ്ടംകുളങ്ങര തെക്കുമുറി സമുദായത്തിന്റെ നേതൃത്വത്തിൽ വനിതകളുടെ ഓണം കളി സംഘടിപ്പിച്ചു. ആക്രിക്കടയിൽ നിന്ന് ചെമ്പ് പിച്ചള സാമഗ്രികൾ മോഷ്ടിച്ച കേസിലെ പ്രതി റിമാൻഡിൽ. മറ്റത്തൂർ മൂലംകുടം യുവധാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ വനിതാ ഓണം കളി മത്സരം സംഘടിപ്പിച്ചു. ഈ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.